ബഹുമാനിൽ BJP ലക്ഷ്യമിടുന്ന കേരള ക്രൈസ്തവരുടെ വോട്ട് സംബന്ധിയായി ഒരു വീഡിയോ കൂടി എനിക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യം മുൻപ് ഞാൻ നടത്തിയ ചില പരാമർശങ്ങളെ ആധാരമാക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില ചർച്ചകളാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നിരീക്ഷണത്തിൽ ഞാൻ ഊന്നിപ്പറഞ്ഞ കാര്യം പ്രധാനമായും 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല. രണ്ടാമത്തെ നിരീക്ഷണം, അവർ വളരെ പ്രതീക്ഷ വെക്കുന്ന പത്തനംതിട്ട പാർലമെൻറ്റിലെ അനിൽ ആൻ്റണിക്ക് വളരെ ദയനീയമായ ഒരു പരാജയം സംഭവിക്കും. ആ പരാജയം അവിടെ മുമ്പ് മത്സരിച്ച ശ്രീ K. സുരേന്ദ്രനേക്കാൾ 1,00,000-ൽ പരം വോട്ടുകളുടെ കൂടി വ്യത്യാസത്തിൽ അദ്ദേഹം പരാജിതനാകും എന്നതാണ്. എൻ്റെ മൂന്നാമത്തെ നിഗമനം, BJP പ്രതീക്ഷ വെക്കുന്ന തരത്തിൽ അവരുടെ പോളിംഗ് ശതമാനത്തിൽ മുൻ വർഷങ്ങളെക്കാൾ വലിയ ഉണർവോ ഉയർച്ചയോ സംഭവിക്കില്ല എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചെറിയ അളവ് വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടാകാം. കാരണം ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ വായനയിലും പഠനത്തിലും കിട്ടാവുന്ന നിഗമനങ്ങളാണ്. ഇനി ഈ പറഞ്ഞവയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യമെങ്കിൽ, ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ പറഞ്ഞവയിൽ ഒരു തെറ്റുപിടഞ്ഞ് തീർച്ചയായും ഇതുപോലെ ഒരു വീഡിയോയിലൂടെ ഞാൻ ക്ഷമാപണം നടത്തും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ നിരീക്ഷണം തെറ്റിപ്പോയി എന്ന് തന്നെ പറയും. എന്നാൽ എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. ഞാനീ പറഞ്ഞവ ശരിയായി വന്നാലും എന്നെ വിമർശിച്ച സുഹൃത്തുക്കൾ ഇത് അംഗീകരിക്കുമോ എന്നതാണ്. എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, BJPയുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സുഹൃത്ത് പരസ്യമായി തന്നെ എന്നോട് പറഞ്ഞത്, തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെ, താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് പരസ്യമായി അംഗീകരിക്കും. അങ്ങനെയാണ് വേണ്ടത്. അതാണല്ലോ ഒരു ജനാധിപത്യത്തിൻ്റെ മര്യാദ. ഇനി അങ്ങനെ വലിയൊരു വാശി പിടിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. BJPയോടുള്ള വിരോധം കൊണ്ട് പറയുന്നതുമല്ല, മറിച്ച് വസ്തുത അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം UDF, LDF എന്ന് പറയുന്ന 2 രാഷ്ട്രീയ സംവിധാനം ഒരു ക്ലോക്കിൽ പെൻഡുലം ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചലിക്കുന്ന പോലെ കുറേ നാൾ LDF, കുറേ നാൾ UDF, ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ തുടർന്നു പോരുന്നത്. അതിന് വിപരീതമായി BJP എന്ന ഒരു മൂന്നാം കക്ഷിക്ക് കേരളത്തിൽ എന്താണ് സാധ്യത എന്ന് ചോദിച്ചാൽ അത് അത്ര എളുപ്പമല്ല BJPയുടെ കേരള സാധ്യത. എന്നാൽ തെക്ക് BJP പൊതുവായി വലിയ ഒരു ശ്രദ്ധ അവരുടെ ദേശീയ നേതൃത്വം കേരളത്തിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ കാരണങ്ങളിലൊന്ന് അവരുടെ കൈപ്പിടിയിലിരുന്ന കർണാടകയുടെ അവസ്ഥയാണ് ഒന്ന്. മറ്റൊന്ന്, കേരളം പോലെ തന്നെ അവർക്ക് ബാലികേറാമല എന്ന് വിശേഷിപ്പിക്കാവുന്ന തമിഴ്നാടാണ് മറ്റൊന്ന്. ആന്ധ്രയിലൊക്കെ ചിലപ്പോൾ അവർക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചേക്കാം. പക്ഷേ കേരളവും കർണാടകയും തമിഴ്നാടും ഒരുപോലെ വലിയ പ്രതീക്ഷ BJPക്ക് നൽകുന്നില്ല. ഇവിടെ എല്ലാം ചേർന്ന് ഒരു 2 അക്കം തികയ്ക്കാൻ BJP നന്നായിട്ട് വിയർപ്പൊടുക്കേണ്ടി വരും. അതിൽ തന്നെ കേരളത്തിലെ അവരുടെ സ്ഥിതി 0 എന്നതിന് യാതൊരു സംശയമാർക്കും വേണ്ട. അവർ പ്രതീക്ഷയർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സീറ്റ് ഏതാണ്? അത് ശ്രീ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരാണ്. മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ ചന്ദ്രശേഖർ മത്സരിക്കുന്ന പാർലമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഈ 2 മണ്ഡലങ്ങളെ എടുത്ത് പരതിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ 2 മണ്ഡലങ്ങളിൽ നല്ല കരുത്തരെ വേണം അവർ നേരിടാൻ. എന്ന് വെച്ചാൽ ഒരാൾ ശശി തരൂരാണ് അപ്പുറത്ത്. അവിടെ 2ാം സ്ഥാനത്തൊക്കെ BJP സ്ഥാനാർത്ഥിക്ക് വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ മത്സരിക്കുന്നത് വളരെ മാന്യനും CPIയിലെ വളരെ പ്രമുഖനും ആദർശമൊക്കെ സൂക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. എന്നാൽ മൊത്തത്തിൽ ഈ CPI എന്ന പാർട്ടിക്ക് കേരളത്തിലുള്ള അവരുടെ പ്രവർത്തന വൈകല്യം, അതല്ലെങ്കിൽ ആ സംഘടനാശേഷിയുടെ പരിമിതി, അത് അവിടെയും നന്നായി പ്രതിഫലിക്കും. ശ്രീ പന്ന്യൻ 3ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാനാണ് എൻ്റെ നിരീക്ഷണത്തിൽ സാധ്യത. ഇനി മറിച്ചൊന്ന്,
സംഭവിക്കണമെങ്കിൽ അതൊരത്ഭുതം എന്നേ വിശേഷിപ്പിക്കേണ്ടതുള്ളൂ. മാത്രമല്ല, ഈ രണ്ട് പേരുടെ യോഗ്യതകൾ, അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റിൽ ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യാനും ഒരു പാൻ ഇന്ത്യൻ ഫിഗർ എന്ന നിലയിൽ ഈ രണ്ടാളുകൾ വളരെ കരുത്തരാണ്. അതിൽ ഞാൻ വീണ്ടും ശ്രീ ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് തരക്കേടില്ലാത്ത വിജയമുറപ്പിക്കും എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി അടുത്ത മണ്ഡലം തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിലെ സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് മറ്റൊരു യാത്രയോട് ബന്ധപ്പെട്ട് ഈ തൃശ്ശൂരിൽ ചില നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തേണ്ടായി. കാരണം തൃശ്ശൂർ ജില്ലയിലെ പ്രബല സമൂഹമെന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്കരാണ്. എങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ ക്രൈസ്തവ സമൂഹത്തിലെ പ്രബല ഗ്രൂപ്പായ റോമൻ കത്തോലിക്ക സമൂഹത്തെ ഒരു BJP ആഭിമുഖ്യം അല്ലെങ്കിൽ അത്തരമൊരു സ്വാധീനത അവരിലുണ്ടോ എന്നുള്ള സൂക്ഷ്മ പരിശോധനയിൽ ഒരു പ്രചാരവേലയ്ക്കപ്പുറത്തേക്കൊന്നും അത് സാധാരണ ജനങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അവരുടെ മുമ്പിലെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് UDF തന്നെയാണ്. ആ UDFിനോട് ഏതെങ്കിലും തരത്തിൽ ഒരു പക ജനിക്കുന്ന ഘട്ടത്തിൽ അവർ LDFന് വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ LDFിനോട് ആഭിമുഖ്യം കാണിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്ന് സ്റ്റേറ്റ് നിലനിൽക്കുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണ്. അതുകൂടി ചിന്തിച്ച് നോക്കിയാൽ കരുത്തനായ മുരളീധരൻ അവിടെ മത്സരിക്കുന്നു. അപ്പുറത്ത് CPIയിലെ തന്നെ ഏറ്റവും ജനകീയനായ ജനപ്രിയനായ ശ്രീ സുനിൽകുമാർ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഒപ്പം സുരേഷ് ഗോപി. ഈ മൂന്ന് പേരും വ്യക്തിപ്രഭാവത്തിലൊട്ടും പിന്നിലല്ല. എന്നാൽ അവിടെ സുരേഷ് ഗോപിക്ക് ഈ രണ്ട് കരുത്തന്മാരോട് മത്സരിച്ച് വിജയിക്കാൻ വേണ്ട വോട്ടില്ല. തന്നെയല്ല, അദ്ദേഹം കണ്ണുനട്ട ക്രൈസ്തവ വോട്ടുകൾ ഒരു വൻതോതിലൊന്നും തനിക്ക് അനുകൂലമായി രേഖപ്പെടുത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമുള്ളതുകൊണ്ട് സുനിൽകുമാറോ അല്ലെങ്കിൽ മുരളീധരനോ എന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടായാൽ മതി. പക്ഷേ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ശ്രീ സുരേഷ് ഗോപിക്കാവും. ത്രികോണ മത്സരത്തിൻ്റെ ശരിയായൊരു പ്രതീതി കേരളത്തിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നെങ്കിൽ അതൊന്ന് തൃശ്ശൂരിലും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ്. ബാക്കി കേരളത്തിൽ എവിടെയും ഒരു ത്രികോണ മത്സരം എന്ന ഒരു പ്രതീതിയും നിലനിൽക്കുന്നില്ല. ശ്രീ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട്ടിൽ പോലും ഒരു തരത്തിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ യാതൊരു സാധ്യതയും കാണാനില്ല. അവിടെ ഈ പ്രചാരണങ്ങൾ കൊണ്ട് മുന്നണികൾ കുറേ കരുത്ത് കാട്ടിയേക്കാം. കാരണം CPIയിലെയും ഒരു പ്രധാനിയാണ് മത്സരിക്കുന്നത്. ഈ സുരേന്ദ്രനെ അപേക്ഷിച്ചും അതുപോലെ ആനി രാജയെ അപേക്ഷിച്ചും രാഹുൽ ഗാന്ധി പേര് കൊണ്ടൊക്കെ പെരുമ കൊണ്ടുമൊക്കെ വലിയ ആളാണെങ്കിലും കാലിബർ കൊണ്ട് ഈ രണ്ടാളുകളുടെയും മുമ്പിൽ രാഹുൽ ഗാന്ധി ഏതുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാലും രാഹുൽ ഗാന്ധിയോട് കേരളം കാണിക്കുന്ന ഒരു സഹതാപമോ അതല്ലെങ്കിൽ പരമ്പരാഗതമായി വയനാട് ജില്ലയിലുള്ള അല്ലെങ്കിൽ വയനാട് മേഖല അവിടെയുള്ള ഒരു UDF ആഭിമുഖ്യമോ അതൊന്ന് ആവർത്തിക്കും എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് അവിടെ നമുക്കൊരാകാംക്ഷ വേണ്ട. ചുരുക്കി പറഞ്ഞാൽ രണ്ടിടത്ത് നല്ല ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ നടക്കുന്നു. അത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. അവിടെ രണ്ടാം സ്ഥാനത്തോളം ഇവരെത്തുന്നുവെങ്കിൽ അത് തന്നെ വലിയ കാര്യം. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിലേക്ക് അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റിലേക്ക് വരാം. അത് പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ടയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ശ്രീമാൻ അനിൽ ആൻ്റണിയാണ് അവിടെ മത്സരിക്കുന്നത്. ഇന്ന് BJP നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ദുർബലനാണ് ശ്രീ അനിൽ ആൻ്റണി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അതിന് ഏറ്റവും വലിയ തെളിവുകളാണ്. പരമ്പരാഗതമായി അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അത് ശ്രീ AK ആൻ്റണിയിൽ നിന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല ശ്രീ AK ആൻ്റണി. അദ്ദേഹം അന്യൻ്റെ ചിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നയിച്ചു പോയ ആദർശത്തിൻ്റെ ചില കോമാളി വേഷങ്ങളൊക്കെ ആടി ഒരു മനുഷ്യനും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ചെയ്യാത്ത ഏറ്റവും തന്ത്രജ്ഞനായ, തന്ത്രങ്ങളിലൂടെ മാത്രം എല്ലാ അധികാരസ്ഥാനത്തും എത്തിയ, എങ്ങനെയൊക്കെയോ ഈ മലയാള മനോരമയൊക്കെ കൊടുത്ത ചില ആദർശ പരിവേഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ അഭിരമിച്ച അധികാര സുഖത്തിനു വേണ്ടി മാത്രം നിന്ന ഒരു വ്യക്തിയാണ് AK ആൻ്റണി. AK ആൻ്റണിയുടെ കാലിബറിനപ്പുറത്തേക്കൊന്നും ശ്രീ അനിൽ ആൻ്റണിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നില്ല. എന്നാൽ ആൻ്റണിക്ക് അതിലുള്ള ചില മേന്മ എന്ന് പറഞ്ഞാൽ അന്നത്തെ കോൺഗ്രസ്സുകാരുടെയൊക്കെ മുമ്പിൽ ഒരു ആവേശമായിരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ഥാനത്ത് വരുമ്പോഴാണ് ഈ കഴിവുകേട് പ്രകടമാക്കിയിട്ടുള്ളത്. സ്ഥാനമൊന്നും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ആദർശധീരനായി തുടരും.
നമ്മൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും അതുപോലെ രാജ്യരക്ഷാ മന്ത്രിയുമൊക്കെയായി ജനം തിരഞ്ഞെടുത്തപ്പോൾ ആ കഴിവുകൾ അദ്ദേഹം കൃത്യം പ്രകടമാക്കി. മാത്രമല്ല അദ്ദേഹം ആദർശധീരനാണ്. പക്ഷേ അഴിമതി സ്വന്തം പാട്ടിൽ കണ്ടാൽ വളരെ മൗനമായി അതൊക്കെ സഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ജനസിൽപ്പെട്ട ആളാണ് ശ്രീ എ കെ ആന്റണി. മാത്രമല്ല അനിൽ ആന്റണിക്ക് തൽക്കാലം മനസ്സിലായി ഈ എ കെ ആന്റണിയുടെ പാർട്ടിയിൽ നിന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാവുകയും അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയും ബി ജെ പി ഒരു നിധി പോലെ അദ്ദേഹത്തെ കരുതി കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ കൊണ്ട് പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തു. ഇവിടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ മാത്രമല്ല, ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് പരമ്പരാഗത ബി ജെ പി വോട്ടുകൾ തന്നെ കിട്ടുക അല്പം പ്രയാസമാണ്. അർത്ഥാൽ നായർ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് കാര്യമായ ഒരു വോട്ട് ഷെയർ ഒന്നും ശേഖരിക്കാൻ അനിൽ ആന്റണിക്ക് കഴിയില്ല. അതിൻ്റെ കാരണം കൂടി പറയാം. ഈ പത്തനംതിട്ട ജില്ല, ഞാൻ കൂടി ഈ സ്ഥലത്തെ വോട്ടറാണ്, പാർലമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്, ജില്ല എന്ന് ഞാൻ പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ഒരു വോട്ടറാണ്. ഈ നിലയിൽ ശ്രീ അനിൽ ആന്റണിക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലെ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ബി ജെ പിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, പരമ്പരാഗത ബി ജെ പിക്കാർ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷയില്ലാത്ത കാലത്ത് ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത കുറേ മനുഷ്യർ, പണ്ട് ഹിന്ദു മുന്നണിയൊക്കെ ആയിട്ട് മത്സരിക്കുന്ന കാലം മുതൽ തന്നെ, ഹിന്ദു മഹാസഭയൊക്കെ ആയിട്ടൊക്കെ മത്സരിക്കുന്ന കാലം മുതൽ തന്നെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരധികാരവും കാര്യമായി കിട്ടിയിട്ടില്ലാത്ത ആളുകളുണ്ട്. അവരെയൊക്കെ അപ്രസക്തരാക്കിക്കൊണ്ട് പുതുതായി വരുന്ന മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വരുന്ന, അർത്ഥാൽ കുറേ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ ഇതിൻ്റെ ഭാഗമായി വരുന്നു. അവരിതാ സുപ്രധാനങ്ങളായ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള അവസരങ്ങൾ പോകുന്നു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ സ്ഥാനാർത്ഥികൾ തോൽക്കുന്ന സീറ്റാണെങ്കിൽ അവർക്ക് കിട്ടിയാൽ മതി. എല്ലാ പാർട്ടിയിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. തോറ്റോട്ട പ്രശ്നമൊന്നുമില്ല, അവർക്കൊരു സീറ്റ് വേണം. അതിൻ്റെ ലക്ഷ്യങ്ങൾ പലതാണ്. കാരണം തോറ്റാലും ഒരു സീറ്റ്, അത് ബി ജെ പി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്, തോറ്റാലും ഒരു സീറ്റിൽ മത്സരിക്കണം, കൂടെ മത്സരിക്കണം. നമുക്കറിയാം, കേരളത്തിൽ മത്സരിച്ച് എത്രയോ മത്സരങ്ങളിൽ തോറ്റുപോയ ആളുകൾ അതിലെ നേതാക്കന്മാരായി വീണ്ടും സീറ്റുകൾക്ക് വേണ്ടി പിടിവലി നടത്തുന്നു. അവരുടേതായ ചില വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം ഒരു ഇലക്ഷന് കിട്ടുന്ന വലിയ ഫണ്ടാണ് അവരുടെ പ്രതീക്ഷ. കാരണം അവരിനി തോറ്റാലും ഇതെല്ലാം നടക്കുന്നത്, ഈ പ്രചരണങ്ങളെല്ലാം നടക്കുന്നത് വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഇവർക്ക് വേണ്ടി പണമിറക്കുകയും അങ്ങനെ ആ പണത്തിൻ്റെ മറവിൽ ഈ പ്രചരണങ്ങൾ നടക്കുകയും ചെയ്യും. ഇവർ തോറ്റാലും സാമ്പത്തികമായതല്ല, അഭിവൃദ്ധി ഇവർ കൈവരിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് അവർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. ഇത്തരം അവസരങ്ങൾ പോലും കൈവിട്ടു പോകുന്നു എന്ന ചിന്ത കൊണ്ട് ഈ വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജയപരാജയങ്ങൾ അത്ര എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല എങ്കിലും അനിൽ ആന്റണിയുടെ നില അങ്ങേയറ്റം പരിതാപകരമാകും എന്നതിൽ എൻ്റെ നിരീക്ഷണത്തിൽ എന്നോട് പരിഭവിക്കല്ല വേണ്ടത്. റിസൾട്ട് അറിയുന്ന ആ നിമിഷം വരെ കാത്തിരുന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞവ തെറ്റിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടണം. ഇതുപോലെ വന്ന് നിങ്ങൾ ആ പറഞ്ഞതിൽ ഖേദമറിയിക്കണം. അതല്ലേ മര്യാദ എന്നോട് ചോദിക്കും മുമ്പ് ഞാൻ റിസൾട്ട് അറിയുന്ന അന്ന് തന്നെ കഴിവതും ഈ എൻ്റെ അഭിപ്രായ പ്രകടനം കൃത്യമായി നിർവഹിക്കുന്നതായിരിക്കും. ആ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു. ഇനി അടുത്തൊരു കാര്യം, ഞാൻ എന്തൊക്കെയോ പരോക്ഷമായിട്ട് പറഞ്ഞ് യു ഡി എഫിനെ സഹായിക്കുന്നു, എൽ ഡി എഫിനെ സഹായിക്കുന്നു, എന്നിലൊരു ഇടതുപക്ഷക്കാരനുണ്ട്, അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പഴയ SUCI പ്രവർത്തകനായിരുന്നു. എൻ്റെ ഇടതുപക്ഷ ബോധം CPM ഓ CPI ഓ അല്ല, മറിച്ച് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒരുപോലെ കാണുന്ന ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ രാഷ്ട്രീയ ബോധത്തിനുള്ളത്. ഇപ്പം ഞാൻ SUC പ്രവർത്തനം അനുഭാവിയോ പോലും അല്ല, അതിൻ്റെ ഒരു കാൻഡിഡേറ്റ് കോട്ടയത്തൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തൽക്കാലം അവർക്കൊന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം തൽക്കാലം എൻ്റെ മുമ്പിലെ പ്രശ്നം BJP വിരുദ്ധതയാണ്. ആ BJP വിരുദ്ധത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് LDF ഓ UDF ഓ ആണ് ബെറ്റർ ഓപ്ഷൻ എന്നല്ല. അപ്പോൾ തന്നെ മറിച്ചൊരു ചോദ്യം, ജിഹാദികളെ എങ്ങനെ കാണും? അതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ജിഹാദികളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഒരു വാദം വന്നിട്ടുണ്ട്. അത് കൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തിൽ ഒരു വസ്തുത അറിയിക്കാം. ഈ രാജ്യത്ത് നിരോധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ യാതൊരു വിധത്തിലും മനുഷ്യോന്മുഖമായി കാണാൻ പാടില്ലാത്ത രണ്ട് രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും. ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു പാൻ ഇസ്ലാമിക് വേൾഡിന് വേണ്ടി ചിന്തിക്കുന്ന മുസ്ലിം ലീഗ് തൽക്കാലം അവരുടെ അത്തരം ചില അജണ്ടകളൊക്കെ മരവിപ്പിച്ച് നിർത്തി ആവശ്യം വരുമ്പോൾ അത് പുറത്തെടുക്കത്തക്ക വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സാമുദായികമായിട്ടുണ്ടാകുന്ന ഇത്തരത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴൊക്കെ പ്രമേയം പാസ്സാക്കിയിട്ട്
അതിൻ്റെ പിന്നിൽ അവർ നടത്തുന്ന ഇടപാടുകൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ കൊണ്ടു നടക്കുന്ന UDF മുസ്ലിം ലീഗിൻ്റെ വർഗീയതയ്ക്ക് ആക്കം പോരാ എന്ന് പറഞ്ഞ് രൂപീകരിച്ച INL സത്യത്തിൽ ഈ കക്ഷികൾ ചുമക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കാലമേറെ കഴിയും മുമ്പ് വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് ഒരു സത്യമാണ്. പക്ഷെ അതിനെ തടയിടാനാണ് BJP വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അതിലും അപകടകരമാണ്. ഒരു തരത്തിലും അത് മാനവികതയുടെ ചിന്താപദ്ധതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ത്യയിലെ ശരിയായ മതേതരത്വ ബോധത്തിന് എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ വീക്ഷണമാണ് ഇത്തരം കക്ഷികൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇവ രണ്ടും ഒരുപോലെയാണ് എന്നെന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യ ഉത്തരം പറയും. വലിയ ഭീകരത ജിഹാദി ഭീകരതയാണ്. വലിയ തെറ്റില്ലാതെ ഒരു ദേശീയ ഭീകരത എന്ന നിലയിൽ BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കേവലമായി സ്റ്റാൻ സ്വാമിയെ അകത്തിട്ടത് കൊണ്ടോ അദ്ദേഹത്തിന് ദാരുണ മരണം സംഭവിച്ചുകൊണ്ടോ മണിപ്പൂരിലോ ബീഹാറിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ബജരംഗദളോ സംഘപരിവാർ സമൂഹത്തിലെ ഏതെങ്കിലും സംഘടനകളോ നടത്തിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങളോ അങ്ങനെ വിശേഷിപ്പിച്ചുള്ളൂ. അതൊന്നുമല്ല ഞാൻ BJP രാഷ്ട്രീയത്തെ എതിർക്കാൻ കാരണം. നാളെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സുവിശേഷകനെ അവർ ആക്രമിക്കുന്നില്ല എന്ന് വെക്കുക, ഒരു പള്ളിയും അവർ ആക്രമിക്കുന്നില്ല എന്ന് വെക്കുക, ഒരു ഗ്രഹാം സ്റ്റേഴ്സിനെയും അവർ ചുട്ടുകൊല്ലുന്നില്ല, നല്ല മര്യാദക്കാരായിട്ട് നമുക്ക് വലിയ പരിഗണന തന്നു എന്ന് വിചാരിക്കുക, എങ്കിലും ഞാൻ BJP വിരുദ്ധനാണ്. മുസ്ലിം ലീഗ് ഇതുപോലെ നാളെ നമുക്ക് വേണ്ട എല്ലാ പരിഗണനകളും എല്ലാ വിധത്തിലുള്ള ഉദാരതകളും നൽകിക്കൊണ്ട് നമ്മെ പിന്തുണയ്ക്കുമെന്ന് കരുതുക, ഞാൻ മുസ്ലിം ലീഗ് വിരുദ്ധനാണ്. അത് എൻ്റെ രാഷ്ട്രീയമാണ്, അതെൻ്റെ രാഷ്ട്രീയ ബോധമാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈ രണ്ടാളുകളും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മത അജണ്ടയുണ്ട്. ആ അജണ്ട സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർ ഏതു തരത്തിലെ മൗനവും അവലംബിക്കും. അവസരം വരുമ്പോഴാകും അവരത് പ്രയോഗിക്കുക. ഈ കുളത്തിലിരിക്കുന്ന കൊക്കുണ്ട്, ആ കൊക്ക് വളരെ മൗനം അവലംബിക്കും. ആ കൊക്ക് എത്ര ശാന്തമായിട്ടാണ് കുളത്തിലിരിക്കുന്നത്. പക്ഷേ മത്സ്യം അടുത്ത് വരുമ്പോഴേക്കും ഈ മൗനം മാറും, കൊക്കത് വീഴുന്നു, ആ മീനെ കൊത്തിയെടുക്കും. ഇതുപോലെയാണ് ഇത്തരം കക്ഷികൾ. കാരണം ഇവർക്ക് അടിസ്ഥാനപരമായി മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. അത് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്, അത് അവരെന്ന വ്യക്തിയുടെ പ്രശ്നമല്ല. ഇതിലൊക്കെ നല്ല മനുഷ്യരുണ്ട്, അവർ ആ ഉദാരതയെപ്പറ്റി ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇവർ രാഷ്ട്രീയം പറയില്ല. പറയുന്നത് ലീഗ് പോലും പ്രസംഗിക്കുന്നത് മതേതരത്വം വേണമെന്നാണ്. എന്തൊരു തമാശയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലീഗാണ് പറയുന്നത് മതേതരത്വം വേണം. അവിടെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രാഥമികമായി പോലും ഈ മതേതരത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു സൂചനകൾ പറയാൻ കഴിയാതെ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന KM ഷാജിയുടെയൊക്കെ പാർട്ടിയാണത്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അത്തരമൊരു പാർട്ടി മതേതരത്വം പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത്തരം പാർട്ടികളെ പിന്തുണയ്ക്കുന്ന UDFലും LDFലും ഒക്കെയുള്ള മതേതരത്വത്തിൻ്റെ ആ ശരിയായ ആണിക്കല്ല് തീർക്കുന്ന ഇത്തരം വിശ്വാസധാരകളെ പുൽകുന്ന അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ പറയുന്ന ആദർശ പൊട്ടന്മാരോട് എനിക്കൊന്ന് പറയാനുള്ളൂ, നിങ്ങൾ ഈ ലീഗിനെയും ഈ INLനെയും ചുമക്കരുത്. ആത്യന്തികമായി നിങ്ങൾക്കത് ഗതികേടാണ്. ഇനി പകരം നമുക്ക് BJP ആണ് ഓപ്ഷൻ? ഒരിക്കലുമല്ല. അതെന്താണ് കാരണം? ഈ പാർട്ടിയും ഇതുതന്നെയാണ്. അതവർ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അവരുടെ ചരിത്രത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യം അതിൻ്റെ വികസന സങ്കല്പങ്ങളിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത കുതിച്ചുചാട്ടം ഇപ്പോൾ നടത്തും. കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടി കേരളവും ഇപ്പോൾ ഭരിച്ചെങ്കിലും ഒക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് വന്നാലും നിങ്ങൾക്ക് രാഷ്ട്രീയ വിഷയത്തിലുണ്ടാകണം. കാരണം BJP എന്ന രാഷ്ട്രീയ കക്ഷി മുമ്പോട്ട് വെക്കുന്ന RSSൻ്റെ പ്രത്യയശാസ്ത്രം അത് ക്രൈസ്തവ വിരുദ്ധമാണ്, അത് ഇസ്ലാം വിരുദ്ധമാണ്, അത് ദലിത് വിരുദ്ധമാണ്, അത് മറ്റു പിന്നോക്കർക്കെതിരാണ്. ഇതിനെല്ലാം ന്യായീകരിക്കാൻ പാകത്തിന് അവർ മുമ്പോട്ട് വെക്കുന്ന തെളിവുകളൊക്കെ ചില അഭ്യാസങ്ങളാണ്. കാരണം എന്താ, അവർ ഒരു മുർമുവിനെ നിർത്തിക്കൊണ്ട് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ആദിവാസികൾക്കൊപ്പം തെളിയിച്ചു, രാംനാഥ് കോവിന്ദിനെ നിർത്തിക്കൊണ്ട് ഞങ്ങളിതാ ദളിതർക്കൊപ്പമാണെന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ ഒരു മുന്നോക്കനെ പിന്നോക്കനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നോക്ക രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കുറേയേറെ മുസ്ലിങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തിയിട്ട് അവിടെ ഞങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം അവർക്കിടയിൽ എന്ന് പറയുകയുണ്ടായി. അതുപോലെ ക്രൈസ്തവർ ഉള്ള ഗോവ പോലെയുള്ള സ്റ്റേറ്റുകൾ ഇതാ ഞങ്ങൾ അവിടെ ഭരിക്കുന്നു, മണിപ്പൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റിലൊക്കെ നടക്കുന്ന ആ രാഷ്ട്രീയം നിങ്ങൾ കാണുക, അവർക്കൊക്കെ BJP സ്വീകാര്യമാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലില്ല എന്ന് ചോദിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഒന്ന് പറയട്ടെ. ഇതല്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. ക്രൈസ്തവർക്ക് അവിടെ ഒരു കുഴപ്പമില്ലെന്നല്ല പറയേണ്ടത്. ക്രൈസ്തവർക്ക് കുഴപ്പമില്ലാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഇവിടെയൊക്കെ വന്നത്? ഗോവയിൽ നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് മാന്യമായി ജയിച്ചവരും പിടിച്ചെടുക്കാറുണ്ടോ? കർണാടകയിൽ നിങ്ങൾ മാന്യമായി പിടിച്ചെടുക്കാറുണ്ടോ? മണിപ്പൂരിനെ ഇലക്ഷനിലൂടെ നേരിട്ട് പിടിച്ചെടുക്കാറുണ്ടോ? എന്താ ചെയ്തത്? ഈ സ്ഥലങ്ങളിലൊക്കെ ഭരിച്ച ആളുകളുടെ അവസ്ഥ എന്താ? അവിടെയുള്ള MLAമാരെയൊക്കെ അദാനിമാരുടെ പണം ഇറക്കി അവരെയൊക്കെ കോടികൾ കൊടുത്ത് വിലക്കെടുത്ത് ഒപ്പം നിർത്തി.
ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത്തരം സ്വകാര്യ കമ്പനികളെ കൊണ്ട് വലിയ പണമിറക്കി ഈ ജനാധിപത്യത്തെ വിലക്കെടുത്തൊരു സ്റ്റേറ്റിലെത്തുക, എന്നിട്ട് അവിടെ തുടരുക. അടുത്ത ഇലക്ഷനിലൊക്കെ ജയിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് പതിവ് പോലെ ആ വെൽഫെയറിൻ്റെ പൊളിറ്റിക്സും ഉദാരതയുടെ ആ രാഷ്ട്രീയമൊക്കെ കളിക്കുക. അത് കളിച്ചു കഴിയുമ്പോൾ കുറേ ആളുകൾ നിങ്ങൾക്കൊപ്പം നിന്നിട്ട് അവരും നിങ്ങളെപ്പോലെ പറയും, ഇതാ ഞങ്ങൾക്കിവിടെ ഒരു വിഷയമില്ല, കാരണം ഞങ്ങൾക്കെല്ലാം വേണ്ടതുണ്ട്. ഇതുപോലെ കേരളത്തിലെ ബഹുജനങ്ങൾക്ക് നടുവിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത് ഒരു കാരണവശാലും. അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഈ രാഷ്ട്രീയ കക്ഷി കൊണ്ടു നടക്കുന്ന ഉള്ളിലൊളിപ്പിച്ച മറ്റ് മനുഷ്യരുള്ള പകയുടെ വൈരാഗ്യത്തിൻ്റെ ആ കനലരിയുന്ന ഹൃദയത്തോടെയാണ് ഇവർ നിങ്ങളെ സമീപിക്കുന്നത്. തൽക്കാലം അതിന് ശമനം വരുത്തിക്കൊണ്ട് അൽ ആൻ്റണിമാരെ പോലെ, അൽഫോൺസ് കണ്ണന്താനത്തെ പോലെ, അബ്ദുള്ളക്കുട്ടിമാരെ പോലെ ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ട് മതേതരത്വം അതിൻ്റെ എല്ലാത്തരം നിറസൗന്ദര്യത്തോടെയും ഇതാ വസന്തമായി പൂത്തുലഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ അനുഗാമികളെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കും. ബോധമുള്ള, വിവേകമുള്ള, അറിവുള്ള, ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വാസമുള്ള ഒരാളും ഇവരുടെ ചതിക്കുള്ളിൽ വീണുപോകരുത്. അതുകൊണ്ട് ലീഗിനെ പോലെ INL പോലെ ചെറുക്കേണ്ട രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം. ഇവയെല്ലാം ഒരുപോലുള്ളതാണ്. ഇന്ത്യ എക്കാലഘട്ടത്തിലും അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത് ഒരു മതേതരത്വ രാഷ്ട്രീയത്തെയാണ്. അതിൽ UDF ആണോ LDF ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ, അവരെയാണോ പകരം പിന്തുണയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, തൽക്കാലം നമ്മുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവരിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദി പീഡനങ്ങളെ എങ്ങനെ കാണും? അത് വരട്ടെ. കാരണം ജിഹാദി പീഡനം ഈ രണ്ട് കക്ഷികളും കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ചെറുക്കപ്പെടേണ്ടതാണ്, തുറന്നു കാട്ടേണ്ടതാണ്. തൽക്കാലം ഈ പ്രീണനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ BJP അല്ല അതിന് പരിഹാരം. നാളുകളിൽ ഇത്തരം കക്ഷികൾ പ്രീണനമില്ലാത്ത, ന്യൂനപക്ഷ പ്രീണനമില്ലാത്ത, ഭൂരിപക്ഷത്തിൻ്റെ തിട്ടൂരമില്ലാത്ത, മാനവികതര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പുത്തൻ രാഷ്ട്രീയ ബോധം ഈ കേരളത്തിൽ ഉയർന്നു വരണം. അങ്ങനെ നവോത്ഥാനമൊക്കെ കുറേ മാറ്റം വരുത്തി മണ്ണിൽ അത്തരം നവോത്ഥാന മൂല്യങ്ങളിലൂടെ ഉള്ള പുത്തൻ രാഷ്ട്രീയ വ്യവസ്ഥ വരും വരെ തൽക്കാലം നമുക്ക് തൽസ്ഥിതി തുടരുന്നതിനപ്പുറത്ത്, അതായത് നമ്മൾ പറയുമല്ലോ ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, തൽക്കാലം നമുക്ക് ചില കാര്യങ്ങളോട് ഈ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നയമത മാത്രമാണ്. അതുമല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനമാണ്. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. ഈ തികച്ചും വിശ്വസിക്കുക, BJP എന്ന് പറയുന്ന സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം കേരള മണ്ണിൽ ഏറ്റവും വിഷലിപ്തമാണ്. ലീഗും INL ചെയ്യുന്നതും ഇതേ കാര്യമാണ്. നാളുകളിൽ അത് UDF LDF പാർട്ടികൾക്ക് തിരിച്ചറിയാനായാൽ അത് ഒരു ഗുണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം കക്ഷികൾ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടതുണ്ട് എന്നുള്ള എൻ്റെ ആ വീക്ഷണഗതി മുമ്പോട്ട് വച്ചുകൊണ്ട്, ഒപ്പം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ BJP വെച്ചിട്ടുള്ള ഇത്തരം അടവ് നയങ്ങളെ ഒന്നും വിശ്വസിക്കരുത്. അവർ പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. പെട്രോൾ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ വിലയുടെ ഉയർച്ചയെപ്പറ്റി, അത് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തതിനെപ്പറ്റി, ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ഇനി സർവോപരിയായി നമുക്ക് വേണ്ടത് ഇതൊക്കെ ഇത്തരം വാഗ്ദാനങ്ങൾ പോലെ കേവലം ഒരു വാഗ്ദാനം മാത്രമായിരിക്കും. എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഒന്നായി കാണും എന്ന് പറയാനുള്ള അവരുടെ ഇപ്പോഴത്തെ അടവ്, ആ അടവിനെയും വിശ്വസിക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.